വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്നുള്ള പോലെ തന്നെ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫൊക്കെ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം രാവിലെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഒരേപോലെ തന്നെ. കാരണം വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നും ഇങ്ങനെ മോർണിംഗ് റൂട്ടീൻസ് കഴിഞ്ഞിട്ട് ചായയും കുടിച്ച് ഫോൺ ചെക്ക് ചെയ്യും, പിന്നെ പ്ലാൻ ചെയ്യും, ടു ഡു ലിസ്റ്റ് എഴുതാണെങ്കിൽ അത് ചെയ്യും. അതൊക്കെ തന്നെ. കാരണം പിന്നെ ചെയ്യണ കാര്യങ്ങൾ ചില ദിവസമൊക്കെ സെയിം കാര്യം വർക്ക് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ. എന്നാലും ഏകദേശം സെയിം പാറ്റേണിലാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പോകാറുള്ളത്. ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ ഡെയിലി ഇടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഡെയിലി ഇടാത്തതിൻ്റെ റീസൺ അതാണ് കേട്ടോ. എന്നും ഏകദേശം ഒരേ കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ ചെയ്യണ കാര്യങ്ങളല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ചെയ്യണതൊക്കെ ഏകദേശം ഒരേ കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതിനൊരു മടുപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡെയിലി ഇടാതിരുന്നതിനെ. പിന്നെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ അടുപ്പിച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡേ ഇൻ മൈ ലൈഫ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അത് വിടാം. പിന്നെ കൂടുതൽ ആൾക്കാർ പറയണത് ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്യണത്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഫുള്ളാക്കാൻ പറ്റും എന്നറിയില്ല. എന്നാലും എഴുതുന്നതിന് വലിയ കുറവൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഗിവ് അവേൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്തല്ലോ 3 പേരെ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരാൾ മാത്രമേ, അതിൽ 3rd വിന്നർ മാത്രമേ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുള്ളായിരുന്നു. വീഡിയോക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ആൾക്കാരും ഫസ്റ്റ് വിന്നറും സെക്കൻഡ് വിന്നറും വീഡിയോക്കും കമൻറ്റ് ചെയ്തിട്ടില്ല. പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കണത് വീഡിയോ ഇട്ടിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പം എന്തെങ്കിലും തിരക്കൊണ്ട് കാണാത്തതാണോ എന്ന് കരുതിയിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് റിപ്ലൈയും മെസ്സേജൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. കാരണം ഇത് ഡിലേ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് 3rd വിന്നറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കൂടെ ഡിലേ ആവുകയാണ്. ഫസ്റ്റ് വിന്നറും സെക്കൻഡ് വിന്നറിനെയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 3rd വിന്നറിനെ ഫസ്റ്റ് വിന്നറായിട്ട് എടുക്കും. എന്നിട്ട് ബാക്കി സെക്കൻഡും 3rdും രണ്ടാമത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഗിഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ 3rd വിന്നറിന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റാത്തത്. എന്തായാലും ഇനി ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. പിന്നെ ഇനി സെക്കൻഡ് വിന്നറും 3rd വിന്നറും നമ്മൾ നേരത്തെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, 14 പേരുന്ന് അവരിൽ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുക. അങ്ങനെ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അത് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു സ്റ്റിക്കർ. അതിൽ നിന്നൊരു സ്റ്റിക്കറാണ് കേട്ടോ സെലക്ട് ചെയ്യണത്. ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഗ്ലൂ ഇല്ലാത്ത ഷീറ്റിലാണ് അധികവും ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഒട്ടിക്കാൻ വേറെ ടേപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. ഇതുണ്ടെന്നുണ്ടെങ്കിൽ കാണാനും കുറച്ച് രസമാണ്, പിന്നെ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിൽക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് ചപ്പാത്തി അയച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പഴം കൂടെ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചെയ്യാനുള്ള വർക്കുകൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2 ഹാമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഈ ഒന്ന് മാത്രമേ ഞാൻ ഇന്ന് കൊറിയർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു റെഡ് ഞാൻ രാവിലെ മെസ്സേജ് അയച്ചു തരാം, ഓൽക്ക് ഇന്ന് അയക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഈ ഒരു ബ്ലൂ ഇത് മാത്രമാണ് ഇന്ന് ചെയ്യണത്. ഇതിലെല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം, പാക്ക് ചെയ്യണം, കൊറിയർ ചെയ്യണം. അത്രയൊക്കെയാണുള്ളത്. ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടുതലും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസും പിന്നെ കമ്മലും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഹെയർ ആക്സസറീസ് ഇതേപോലത്തെ കുറച്ച് ഐസ്തെറ്റിക് ആയിട്ടുള്ളത് തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ തപ്പിയിട്ടാണ് കേട്ടോ നമുക്കിതൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും ഹെയർ ക്ലച്ചസ് ആണുള്ളത്, ചെറുതും വലുതൊക്കെ ഉണ്ട്. പിന്നെ ഇയറിങ്സ് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ജുംക്കിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെയൊക്കെ നല്ല രീതിക്ക് തന്നെ പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഹെയർ ക്ലിപ്സും പിന്നെ സ്ക്രഞ്ചീസും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊരു ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മാൾസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടല്ലോ,
അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എവിടെയും കിട്ടാമല്ലോ കേട്ടോ. ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. ഓൺലൈൻ ആണെങ്കിലും ചില സൈറ്റിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ചിലതാണെങ്കിൽ ഡെലിവറി ടൈം നല്ലോണം എടുക്കണമുണ്ട്. അപ്പം നമുക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ച് വേറെ ഒരു അതിന് ഓൾട്ടറായിട്ട് വേറെ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലാക്മീൻ്റെ ന്യൂഡ് ട്വിസ്റ്റ്ന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഷെയ്ഡ്. അപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതാണ് പിന്നെ വാങ്ങിയത്. പിന്നെ ഇതിലൊരു മിനി വാലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തെർമാക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഒന്ന് റഫായിട്ടെല്ലാം വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഹൈറ്റിൽ നിൽക്കണം, ഏതിനൊക്കെ സ്പേസ് എത്ര വേണം എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനത് തെർമാക്കോൾ കട്ട് ചെയ്ത് ലേഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തെർമാക്കോളൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഉള്ള സ്പേസിൽ ബാക്കി ഐറ്റംസും എല്ലാം ഏകദേശം ഒരു ഐഡിയ നോക്കിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പോളറോയിഡ്സും ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് വെക്കാണ് കേട്ടോ. എന്നിട്ട് പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പാക്ക് ചെയ്യാമല്ലോ എന്ന് കരുതി. ഈ പോളറോയിഡ്സ് പോസ്റ്റ് ഓഫീസ് വഴിയും മറ്റേ ഹാമ്പർ കൊറിയർ ത്രൂ ആണ് സെൻഡ് ചെയ്യാനുള്ളത്. എന്തായാലും പോളറോയിഡ്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് 25 പിക്സ് ആണ് കേട്ടോ. മീഡിയം സൈസാണ്, മിനി പോളറോയിഡ്സ് അല്ല. പിന്നെ അധികം ഇനിയിപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണില്ല. കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടുമ്പോൾ അത് ഭയങ്കര ലെങ്തി ഉള്ളതും കൂടെ ആവണ്ടെന്ന് കരുതിയിട്ട് മാക്സിമം ഒരു 15 മിനിറ്റൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ളിൽ ഒതുക്കണം എന്നാണ് കരുതുന്നത്. ചില വീഡിയോസ് ചിലപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതല്ല. അല്ലാത്ത ഒരുവിധം വീഡിയോസൊക്കെ 15 മിനിറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്നെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഹാമ്പറിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അതിനാദ്യം ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും സെറ്റ് ചെയ്യണ പോലെ തന്നെ ഫർ ക്ലോത്തും സാറ്റിൻ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇത് മാത്രം യൂസ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴത്തേനും എനിക്ക് നല്ല ഭംഗിയിൽ കിട്ടണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ ചിലതിന് മാത്രം ഞാൻ ഫ്ലവേഴ്സും വേറെ എന്തെങ്കിലും പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്യും. കൂടുതലും ഇങ്ങനെ തന്നെ എടുക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യണതൊക്കെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ പാക്ക് ചെയ്യണത്. പാക്കിങ്ങും ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ ആദ്യം ഈ ഒരു ക്ലീൻ റാപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്യും. പിന്നെ ഒരു മറ്റേ ഷീറ്റ് യൂസ് ചെയ്തിട്ടും കൂടെ കവർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ പോളറോയിഡ്സും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടും ഒരു സൈഡിൽ മാറ്റിയിട്ട് പിന്നെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അഡ്രസ്സൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് അങ്ങനെ എഴുതാതെ കരുതി. ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ടു ഡു ലിസ്റ്റിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാർക്ക് ചെയ്ത് കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഇനിയിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, കാരണം എഡിറ്റ് ചെയ്യാതെ പ്രിൻ്റ് എടുക്കാൻ പോയിട്ട് കാര്യമല്ല. ഇപ്പോൾ ഒരു 2-3 ഷീറ്റ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളായിരുന്നു കേട്ടോ. അത് ഒന്ന് പെട്ടെന്ന് ചെയ്യണുണ്ട്. ഈ പ്രിൻ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാനാണ് കൂടുതൽ സമയം വേണ്ടത്. എനിക്കതങ്ങോട്ട് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. പോളറോയിഡ്സ് ഒക്കെ ആണെങ്കിലും കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യണത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അതാണ് കേട്ടോ ചെയ്യലുള്ളത്. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഈ വേറെ എന്ത് ഫ്രെയിമിനുള്ളതല്ലാത്തത് എന്ത് എഡിറ്റ് ചെയ്യാനാണെങ്കിലും എനിക്ക് കുറേ സമയം വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ റൂം അടിച്ചു വാരുക, തുടക്കുക, അങ്ങനത്തെ യൂഷ്വൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ഡ്രസ്സ് മെഷീനിൽ വാഷ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഉണക്കാനിടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഉണങ്ങിയ വേറെ കുറച്ച് ഡ്രസ്സ് അവിടെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അതും കൂടെ എടുത്തിട്ടാണ് കേട്ടോ താഴേക്ക് ഇറങ്ങണത്. എന്നിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല, ജസ്റ്റ് ബെഡിൽ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ നേരെ പോയി ഫ്രഷായി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു ബാഗാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, പർപ്പിൾ നിന്ന് വാങ്ങിയിട്ടുള്ള. ഇത് ഇതിന് മുന്നേ ഒരു 3-4 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ കൊറിയർ ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നല്ല സ്പേഷ്യസ് ആണ്, കുറേ സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഒരു സഞ്ചിയിൽ കുറേ സാധനങ്ങൾ ഇട്ട പോലെ ഉണ്ടാവും കേട്ടോ. കുറേ ഇട്ടിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഐറ്റംസ് കുത്തിത്തിരികെ വെച്ചാൽ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ അത് കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, പിന്നെ ഫ്രീ ആയല്ലോ.
അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നട്ടുച്ച സൂര്യൻ തലൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് എത്ര രാവിലെ പോകണമെന്ന് കരുതിയാലും വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തിന് അങ്ങനെ വെയിലായിട്ടുണ്ടാവും, ആ ഒരു സമയമാവും. ആദ്യം തന്നെ കൊറിയർ ഓഫീസിൽ പോയിട്ട് ബാഗിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് കൊറിയർ ചെയ്തു. എന്നിട്ട് പിന്നെ ഹാമ്പർ വാങ്ങാനാണ് വന്നിട്ടുള്ളത്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കുഞ്ഞു ബോക്സ് വേണ്ടിയിരുന്നു, അത് നോക്കിയെടുത്തു. പിന്നെ ഒരു A6 ഫ്രെയിം വേണം, അതും എടുത്തു. അത് കഴിഞ്ഞത് ആ 2 ബാറ്ററി, അങ്ങനത്തെ 1-2 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ ഒരു ഹാമ്പർക്ക് തന്നെ വേണ്ടിയിട്ടൊരു ലേഡീസ് വാച്ച് വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിന് മുന്നിൽ തന്നെ വാച്ചിൻ്റെ ഒരു ഷോപ്പും ഉണ്ട്. സോ അവിടെ കയറിയിട്ട് വാച്ചും നോക്കുന്നുണ്ട്. ഇത് അബ്രോഡുള്ള ഒരു കസ്റ്റമറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ്, വാച്ചിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ എടുത്ത് മെസ്സേജ് അയച്ചു തരാം, റിപ്ലൈ ഇല്ലേന്നു. എനിക്കാണെങ്കിൽ ഏതെടുക്കാമെന്നും ഭയങ്കര കൺഫ്യൂഷൻ. അവരെ ടേസ്റ്റ് ചെയ്താന്ന് അറിയില്ലല്ലോ, എങ്ങനത്തെ യൂസ് ചെയ്യാമെന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഞാൻ കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് റിപ്ലൈ കിട്ടുമില്ലേ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഐക്കനുള്ള ചോക്ലേറ്റ്സ് ആണ് വാങ്ങണത്. ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിൽക്ക് ഒരു 4 വാങ്ങാനാണ്. അങ്ങനെ ഞാൻ സിൽക്കും വാങ്ങി. പിന്നെ ഫെരാരോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കസ്റ്റമർ ഓൺലൈനിൽ വന്ന സമയത്ത് വാച്ചൊക്കെ സെലക്ട് ചെയ്ത് തന്നു, അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ ഫോട്ടോ ജസ്റ്റ് അയച്ചു കൊടുത്തപ്പം അവർക്ക് വലുതാണ് വേണ്ടത്. സിൽക്ക് ഞാൻ ചെറുതാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, വലുത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടി പറഞ്ഞു. അങ്ങനെ അതെല്ലാം വാങ്ങി വാച്ച് കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാഗിലുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ വാങ്ങിയിട്ടുള്ള ഫുൾ സാധനങ്ങളും ഈ ഒരു ബാഗിലിട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ കയ്യിൽ എക്സ്ട്രാ കവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രിൻ്റ് എടുത്ത ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രിൻ്റ് എടുത്തൊരു 2 പേപ്പർ ഉണ്ടായിരുന്നു, അത് റോൾ ചെയ്തിട്ടായതുകൊണ്ട് അത് മാത്രം കയ്യിൽ പിടിച്ചിട്ടുള്ളതിനും. അതല്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിൽ കുത്തി കൊള്ളിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ടിടാം. പിന്നെ ഈ ഒരു പോസ്റ്റ് വഴി അയക്കാനുള്ള പോളറോയിഡ്സ് ഞാൻ ഇന്ന് കൊറിയർ ചെയ്തില്ല കേട്ടോ. കാര്യം ഞാനവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇറങ്ങണം എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഓട്ടോ അതിൻ്റെ ജസ്റ്റ് മുന്നേ നിന്നാണ് ഓട്ടോ കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ ടൗണിൽ പോയിട്ട് നേരെ ഇറങ്ങി. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ അർജൻറ്റ് ഓർഡർ അല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ബില്ലും കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു വാലറ്റ് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കസ്റ്റമറിന് കൊടുക്കാനൊക്കെ ഞാൻ വാങ്ങി, എനിക്കിഷ്ടമായിട്ട് എനിക്കും കൂടെ ഒന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഈ വാലറ്റിൻ്റെ ഉള്ളിൽ ഫോട്ടോ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുമല്ലോ, അവിടെ ഞാൻ 2 ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കോഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തുറക്കുമ്പോൾ വായിച്ച് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷേ ഞാൻ തുറക്കുമ്പോൾ നോക്കലൊന്നുമില്ല, നേരെ പൈസ എടുക്കും, ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ഒരു A6 ഫ്രെയിമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോക്സ് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വാച്ച് ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ടൈപ്പ് വാച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ കണ്ട ബാക്കിയുള്ള വാച്ചിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിക്കാം. കുഞ്ഞു ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് 10ൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് വേണ്ടിയിരുന്നു. പിന്നെ ഈ 3 വരുന്ന ഫെറാരോൻ്റെ 2 സെറ്റ്. ഇനിയുള്ളതൊക്കെ ഡയറി മിൽക്ക് സിൽക്ക് തന്നെയാണ്. എല്ലാം ഡിഫറെൻറ്റ് ഫ്ലേവറാണ് കേട്ടോ. നോർമൽ ചോക്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട് ആൻഡ് നട്ട് 2 പിന്നെ ആൽമണ്ട്സ് 2 ബബ്ലി 2 അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങളെ ഫേവറേറ്റ് ചെയ്ത ഡയറി മിൽക്കിൽ എനിക്ക് ബബ്ലിയാണ് കേട്ടോ ഇഷ്ടം. ബബ്ലി ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ക്വാണ്ടിറ്റിയിലും പ്രൈസിനുള്ള ചോക്ലേറ്റ്സ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ഹാമ്പറിൽ സെറ്റ് ചെയ്യണത്, പർച്ചേസ് ചെയ്യണതൊക്കെ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത് നമുക്ക് കഴിക്കാനല്ലെങ്കിലും ഇത്രയും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോഫി ഫ്രോത്തറിൽ ഇടാനേനു. ഇതിലുണ്ടേന്നു 2. അത് ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ തന്നെ അമ്ലൂരി ഓൻ്റെ ഏതോ ടോയ് വണ്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നെ ഇതിലില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയില്ലേനു കേട്ടോ. പിന്നെ അവിടുന്ന് വേറെ ആരോ വാങ്ങണം കണ്ട് ഓർമ്മ വന്നങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും ഫ്രോത്തറൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ഐശ്വര്യമായിട്ടൊരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു.
2025 കോഫീൻ്റെ ക്വാണ്ടിറ്റി കുറക്കണം, ഷുഗർ കുറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കോഫീൻ്റെ ക്വാണ്ടിറ്റി കുറക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ ഇങ്ങനെ ബീറ്റ് ചെയ്യണ കോഫിയാണ്. ഈ ഫ്രോത്തർ യൂസ് ചെയ്തിട്ട് ഫ്രോത്ത് ചെയ്യണമെങ്കിൽ ഷുഗറും കോഫി പൗഡറും മിക്സ് ചെയ്യണം. അല്ലാതെ നോർമൽ കോഫി, ഹോട്ട് കോഫി ആണെങ്കിൽ ഞാൻ അങ്ങനെ ഷുഗർ ഇടാറില്ല. പക്ഷെ ഇതിലെന്തായാലും കുറച്ചെങ്കിലും ഷുഗർ ഇട്ടാലേ ആ കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. കുഴപ്പമില്ല, എന്തായാലും ഇനിയും ഇഷ്ടം പോലെ ദിവസങ്ങളുണ്ടല്ലോ, കുറച്ച് കുറച്ച് കൊണ്ടുവരാം. പിന്നെ എന്തൊക്കെയാണ് ചെയ്തു എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ലിസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2 കാര്യങ്ങളേ ഇതിലുള്ളൂ. ഒന്നിൻ്റെ വീഡിയോ ഇടാനുണ്ട് യൂട്യൂബിൻ്റെ, അത് കുറച്ച് കഴിഞ്ഞാൽ ഇടും. പിന്നുള്ളത് ഗിവ് അവേ വിന്നേഴ്സിൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 പേരും മെസ്സേജ് അയക്കാത്തതുകൊണ്ട് ഇന്നെന്തായാലും പാക്ക് ചെയ്യൽ നടക്കില്ല. അപ്പോൾ ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് ആ ലിസ്റ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പോയപ്പോൾ മടക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, ആകെ 3 എണ്ണേ ഉള്ളൂ കേട്ടോ. അതും ഒന്ന് പെട്ടെന്ന് മടക്കി വെക്കാമെന്ന് കരുതി. ഇതിൽ ഈ 2ഉം വീട്ടിൽ നിന്ന് ഇടുന്നതും മറ്റേ ഒരു ബ്ലാക്ക് മാത്രമേ പുറത്തുനിന്ന് ഇടുന്നതും ഉള്ളൂ. അപ്പോൾ രണ്ടും 2 സ്ഥലത്താണ് വെക്കലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.